ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ചെമ്മീൻ തീയൽ ഉണ്ടാക്കാൻ പോകണേ. വെണ്ടയ്ക്ക, ചെറിയ ഉള്ളിയും കിഴങ്ങുമൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി തീയലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ, ഒരു വലിയൊരു മുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 3, 6, 9 ഉണക്കമുളക് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങോട്ട് വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ചുമക്കനെ വറുത്തെടുക്കാം. തേങ്ങ 2 ടീസ്പൂൺ അല്ല 2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഇതിനകത്ത് ഒരു 2 തണ്ട് കറിവേപ്പില. അടുപ്പ് കത്തിക്കാം. ഇത് നല്ല ചുമന്ന് നല്ല വറുത്ത് കിട്ടണേ. അതുവരെ വറുത്തെടുക്കാം. ഇപ്പം ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞ് എനിക്കൊരു വെള്ളമയമില്ലേ, അതൊന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ ശകലം വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒരു പച്ചിപ്പൊന്ന് മാറി. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ, തോനെയൊന്നും വേണ്ട, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. ഇത് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. നല്ല മൂത്തിട്ട് നമുക്കത് അണയ്ക്കാം. നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വരുന്നുണ്ട്. മൂത്തിട്ടില്ല. നമുക്കിന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തീ കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് തീ കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം എടുത്ത് വറുത്ത് കിട്ടാനായിട്ട്. നല്ല തീയിട്ട് ആദ്യം ചെയ്യുക. പിന്നെ ഒന്ന് ഇത് വന്നു കഴിയുമ്പോൾ കുറച്ചൊന്ന് കുറയ്ക്കുക. പിന്നെ അങ്ങനെ കുറച്ച് വരണം. ഞാൻ തീരെ തീ കുറച്ചിട്ടേക്കട്ടെ. നല്ല മൂത്ത് വരുന്നുണ്ട്. ഞാൻ ഇനിയിപ്പം തീ ഓഫാക്കാം. ലാസ്റ്റ് വരും തീരെ തീ കുറച്ചേ ഇടാവുള്ളേ. സിമ്മിലിട്ടേക്കണം. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കേ. ഇനി ഇതിവിടെ തണുക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു ചട്ടി അടുത്ത് വെക്കാം. കുരുമുളകാണ് പൊട്ടി വീണ്. ഗ്യാസ് അടുപ്പ് കിടക്കുന്നുണ്ടോ? തേങ്ങ വറുത്ത കൊലം. ഇനി തീ കത്തിച്ച് കൊടുക്കാം. ഇത് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ കഷ്ണമൊക്കെ ഇതിനകത്തിടാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാര്യം ചൂട് പാത്രമല്ലേ, കരിയും. ഇനി നമുക്ക് ചട്ടിയിൽ വെള്ളം പറ്റട്ടെ. ഇതിനകത്ത് എണ്ണ ഒഴിക്കാം. വെള്ളം പറ്റിയിട്ട് നമുക്ക് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി മതി, ശകലം. കാര്യം ഇത് താളിക്കാനുള്ളതാണ്. നമ്മൾ എണ്ണ ചൂടായി. അതിനകത്ത് ഒരു 3/4 കപ്പോളം ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി അതിട്ട് കൊടുത്ത്. ഇത് അരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ തൊലി ഇളക്കി അതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് വെക്കാം. പിന്നെ അതിനകത്ത് ഒരു 4 വെണ്ടയ്ക്ക അതും ഇട്ട് കൊടുത്ത്. അതിനകത്ത് 2 കിഴങ്ങ്, ഉരുളൻ കിഴങ്ങ് അതും ഇട്ട് കൊടുക്കാം.
ഇനി ഇതിനകത്ത് 2 പച്ചമുളക് അത് ഇട്ട് കൊടുക്കുക. പോട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. തീ ഇട്ട് കൊടുക്കാം. തീ ചെറുതിൽ കിടക്കുക. ഇതൊന്ന് നല്ല വാടി വരണം. അല്ലെങ്കിൽ വെണ്ടയ്ക്ക വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ വെണ്ടയ്ക്ക കുഴയും. വെണ്ടയ്ക്ക വാടിയില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് വാടിട്ട് നമ്മൾ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഞാൻ ഒരു മുരിങ്ങയ്ക്ക അത് ഇട്ട് കൊടുക്കും. ഇതിങ്ങനെ കിടക്കട്ടെ. നമുക്കിത് അരച്ചെടുക്കാം. അരപ്പിനുള്ളത് റെഡിയായി വരുന്നേ. ഓക്കെ, നമ്മുടെ ഉള്ളിയും മുരിങ്ങയ്ക്കയും കിഴങ്ങും എല്ലാം നല്ല റെഡിയായി. ഇനി ഇതിനകത്ത് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് 2 ഇടത്തൻ തക്കാളി അത് ഇട്ട് കൊടുക്കും. ഇനി ഇതിനകത്ത് നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ, തേങ്ങ വറുത്ത ആ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എനിക്ക് തെറ്റിപ്പോയി, കാരണം ഈ കഷ്ണത്തിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ഈ അരപ്പ് ഒഴിക്കുന്നതിന് മുമ്പ്, മറന്നുപോയി. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കേ. അല്ലെങ്കിൽ തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കത്തില്ലേ, ആ ചൂടിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. വറുത്തോണ്ടിരിക്കാൻ വിടരുത്. വറുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ചൂടിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കഷ്ണത്തിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. തേങ്ങ ഒഴിക്കുന്ന തക്കാളി ഇടുന്നതിന് തൊട്ട് മുമ്പേ. ഇനി ഈ മിക്സി കഴുകി കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. കാര്യം കഷ്ണം പാതി വേവേ ആയിട്ടുള്ളൂ. ഇനി ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇടണ്ടേ. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇതൊന്ന് 1-2 തിളയ്ക്കുമ്പോഴത്തേക്ക് കഷ്ണം വെന്തോളും. എന്നിട്ട് ഒരു 3/4 വേവാകും. എന്നിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അധികം വേവില്ലല്ലോ. ഇനി ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഒന്ന് വേവട്ടെ. നമ്മുടെ തീയൽ നോക്കാം. ഇതിനകത്ത് ഈ ചെമ്മീനില്ലേ, ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഞാൻ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. പുളി കാണില്ല അധികം. അതിനകത്ത് 1 ടീസ്പൂൺ, പിന്നെ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, പുളി എരി ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ 1 ടീസ്പൂൺ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിങ്ങനെ ഒരു 4-5 മിനിറ്റ് ചെമ്മീൻ വേവാൻ വേണ്ടിയിട്ട് 5-6 മിനിറ്റ് കിടക്കട്ടെ. ഇനി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി നോക്കാം.
ചൂട്. നല്ല മണം അല്ലേ, നല്ല കുറുകുറായിരിക്കുന്ന തീയൽ. ഇനി ഇത് മതിയേ, ഞാൻ താളിച്ച് കൊടുക്കണം. സ്റ്റവ് കത്തിക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതിയേ. നമുക്ക് ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കേ. ഈ കടുക് പൊട്ടുന്ന നേരം കൊണ്ട് ഇതിനകത്ത് ഇത് കഴിയെടുത്ത് വെച്ചേക്കുന്ന വേപ്പിലേ, നമ്മുടെ വീട്ടിലെ വേപ്പില തന്നെ ഇങ്ങനെ ഇരിക്കണേ. ഇതിനകത്ത് ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുത്തേ. ഇതൊന്ന് ചുറ്റി കൊടുക്കാം. ഗ്യാസ് ഓഫാക്കേ. എന്നിട്ട് ഈ കടുക് വറുത്തത് ഇനി ഇത് ഞാൻ ഇളക്കത്തില്ല. ഇതൊന്നും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് തീ ഓഫാക്കാം. ഒരു 2-3 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മൾ തീയൽ നോക്കേ, ചെമ്മീൻ തീയൽ. ഒരു മണമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് താഴോട്ട് വെക്കേ. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഓക്കെ, സൂപ്പർ ചെമ്മീൻ തീയൽ. അടിപൊളി ടേസ്റ്റായി തീയലിന് കേട്ടോ. ഇതിനകത്ത് ഇനി വേറെ കറികളെന്ന് വെച്ചാൽ വല്ല പപ്പടമോ വെണ്ടയ്ക്ക വാട്ടിയതോ മുട്ട പൊരിച്ചതോ എന്നല്ലോ സൂപ്പറായിട്ട് ചോറ് കഴിക്കാം. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം